പത്രക്കാരാന്ന് പറയരുത്, കാരണം നിങ്ങൾ തിരിച്ചു വരില്ല മിക്കവാറും. കാരണം ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ തഗ്സും ഗുണ്ടകളുമാണ്. ലോറിയിലിട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ശ്വാസമൊക്കെ നിന്ന് മരിച്ചു. പുറത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ ഈ ചിരിയും, ഒരു ഭാഗത്ത് കൂടെ ചിരി, മറ്റേ ഭാഗത്ത് കൂടെ കുറക്കല്ല കരച്ചിൽ. പോകുന്ന വഴിയൊക്കെ കഞ്ചാവിൻ്റെയും ബീഡിൻ്റെയും പുകയാണ്. തോക്കെടുത്തിട്ട് വെടിവെച്ചു. അതിൽ 3 പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ തന്നെ മരിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ധാക്കയിൽ, അതായത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്ത്, ഒരു വലിയ ആരോഗ്യ സമ്മേളനം നടന്നിരുന്നു. ലോക ആരോഗ്യ സമ്മേളനമായിരുന്നു അത്. അതിൻ്റെ സംഘാടകർ പല രാജ്യങ്ങളിൽ നിന്നുള്ള, ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് ആക്ടിവിസ്റ്റുകളും സംഘടനകളും എല്ലാം കൂടെ ചേർന്നിട്ടാണത് അവിടെ ധാക്കയിൽ അത് സംഘടിപ്പിച്ചത്. അപ്പം അതിനുവേണ്ടി പോയവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു 10-15 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ തന്നെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഒന്ന് CPM-ൻ്റെ ഒരു തരത്തിൽ പറഞ്ഞ താത്വിക ആചാര്യൻ തന്നെ പറയാവുന്ന പി ഗോവിന്ദപിള്ളയും ഞാനും. അതിൽ പി ഗോവിന്ദപിള്ള വന്നത് ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട്, അതായത് CPM-ൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തരത്തിലായിരുന്നു. കൽക്കട്ടയിൽ പോയിട്ട് അവിടെ നിന്നാണ് പോയത്. അപ്പോൾ കൽക്കട്ടയിൽ ചെന്ന സമയത്ത് ബാക്കി എല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഇക്ബാലൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അവരൊക്കെ പ്ലെയിൻ, ഞങ്ങൾക്കും വേണമെങ്കിൽ പോയിരുന്നു, കാരണം ഈ ഓർഗനൈസേഴ്സിനൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. അവരവിടുന്ന് പ്ലെയിനിൽ കയറിപ്പോയി ധാക്കയിലേക്ക്, കൽക്കട്ടയിൽ നിന്ന് ധാക്കയിലേക്ക്. അപ്പം ഞങ്ങളങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നു ആദ്യം. പക്ഷേ PG പറഞ്ഞാൽ അത് ശരിയാവില്ല, നമുക്ക് ബോർഡർ നടന്ന് കയറാമെന്നാണ്. അപ്പം അതിൽ നമ്മുടെ കുറച്ച് പേരുണ്ടായിരുന്നു, 5-8 ആൾക്കാരുണ്ടായിരുന്നു ബാക്കി. അപ്പം അതിൽ കുറച്ച് ആൾക്കാരൊക്കെ PGയോട് പറഞ്ഞത് വേണ്ട, അപകടമാണ്, കാരണം അപ്പുറത്ത് റേഞ്ചേഴ്സ് ഉണ്ട്. നമ്മളിവിടെ BSF പോലെ ബംഗ്ലാദേശിലെ റേഞ്ചേഴ്സ് എന്ന് പറയും, ഈ അതിർത്തി ഭടന്മാർ. അവരെ എപ്പോഴാണ് വെടിവെക്കുകയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം PG പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങളാരും വരണ്ട, ഞാൻ പൊക്കോളാം. ഇയാൾക്ക് അന്ന് തന്നെ ഒരു 19 വയസ്സ് പ്രായം ഉണ്ടാവും. അതുകൊണ്ട് അത് ശരിയാവില്ല, നിങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഡോക്ടർ വാസുദേവൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ 3-4 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത്, കാരണം പകൽ പോയാൽ ദൂരെ നിന്ന് കാണുമല്ലോ, ഞങ്ങൾ ബീനാപോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ബീനാപോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള അവസാനത്തെ വില്ലേജാണിത്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി, എന്നിട്ട് അതിർത്തി കടന്നു, അതിർത്തിയുടെ അപ്പുറം പോയി. അവിടുന്ന് അതിൻ്റെ അപ്പുറം നോമാൻസ് ലാൻഡ് ഉണ്ട് കുറച്ച്, ഈ എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ അല്ല ഇന്ത്യൻ്റെ അല്ലാത്ത ഒരു സ്ഥലമുണ്ട്, ഒരു ബഫർ പോലെയുള്ളത്. അത് കടന്നു. അത് മുഴുവൻ കാട്ടുചെടിയും ആകെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അത്. മറ്റേ ഒരു ലൈറ്റും ഒന്നുമില്ല അവിടെ. അപ്പം എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് അപ്പുറം ചെന്നു. പോകുന്ന വഴി തന്നെ ഇതൊക്കെ മറ്റേ മുള്ളൊക്കെ തട്ടി മേത്തൊക്കെ പുറലായിരുന്നു. പക്ഷേ പകുതി എത്തിയപ്പോഴേക്ക് PGക്ക് തീരെ വയ്യാതെ, ഒരു എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പം വീട്ടിലെ കുറച്ച് പേരൊക്കെ അങ്ങനെ താങ്ങിയെടുത്തു, മുമ്പിലെ കൊണ്ടുപോയി അപ്പുറത്ത്. എന്നിട്ട് ഒരു തരത്തിൽ ഞങ്ങളവിടെ ചെന്നു, ബോർഡർ കടന്ന് അപ്പുറത്തെത്തി, ബംഗ്ലാദേശിലെത്തി. എന്നിട്ട് അപ്പോൾ അവരുടെ ഒരു ഓഫീസുണ്ട് അവിടെ, ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ. അവിടെ ചെന്നു, മറ്റേ നമ്മുടെ പാസ്പോർട്ടൊക്കെ കൊടുത്ത് സ്റ്റാമ്പ് ചെയ്യിച്ചു അവിടെ എത്തി എന്നുള്ളതിന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു, ധാക്കയിലെത്തി. ഒരു വലിയ ലോഡ്ജിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് പിറ്റേന്ന് ഈ സമ്മേളനം തുടങ്ങി. ഞങ്ങൾക്ക് പുറമെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പത്രപ്രവർത്തകരുണ്ടായിരുന്നു. മറ്റേ യൂറോപ്യൻ കൺട്രീസിൽ നിന്നായിരുന്നു കൂടുതൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്. അപ്പം അതിൽ ഒരാളായിരുന്നു റെയ്മണ്ടോ ബൾട്രിനി എന്ന് പറയുന്ന ആൾ. ഇയാൾ ഇറ്റലിയിലുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു പത്രമുണ്ട്, ലാ റിപ്പബ്ലിക് എന്നുണ്ട്. അപ്പം അതിൻ്റെ ദക്ഷിണേഷ്യ ലേഖകനായിരുന്നു. അപ്പം ഇദ്ദേഹം എന്നെ ഒന്ന് കണ്ടു, സംസാരിച്ചു. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നു, വായിക്കുന്നതുകൊണ്ട് അദ്ദേഹം വന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റേ ഹിന്ദിയോ അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരായിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാണ് അത് ചെയ്തത്. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ വളരെ വലിയ ഫ്രണ്ട്സായി പെട്ടെന്ന് തന്നെ. പക്ഷെ അന്ന് വൈകുന്നേരം ഒരാൾ, ബംഗ്ലാദേശിൽ നിന്ന് തന്നെയുള്ള ഒരാൾ വന്ന് കണ്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമുണ്ട്, എൻ്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം വന്ന് കണ്ടു.
പോവാന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ അവിടെ റെയ്മണ്ടോവും കൂടെ വന്നു, ഈ ഇറ്റാലിയൻ പത്രപ്രവർത്തകനുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബോട്ടിൽ കയറി. എന്നിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് പോയി ഈ പത്മ നദി കൂടിയാണ് വരുന്നത്. അവർ പദ്ദ എന്നാണ് പറയുന്നത്. പദ്മ നദി ഉണ്ടല്ലോ, അത് അവർ ബംഗ്ലാദേശികൾ പദ്ദ എന്നാണ് പറയാം. ഈ പദ്ദ നദി കൂടെ ഞങ്ങൾ പോയി ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും ആ ബോട്ടിൽ. ഒടുവിൽ എത്തിയതൊരു മുനമ്പില, ഒരു മുനമ്പ്, ഒരു എന്താ പറയുക, ഐലൻഡല്ല, ഒരു മുനമ്പിൻ്റെ അടുത്ത് എത്തിയത്. രാജ്ബാരി എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട്, അതിൻ്റെ സൈഡിലത്. അപ്പം അതിനിപ്പുറത്ത് തന്നെ ഒരു 4-5 അടി അപ്പുറത്ത് ഒരു ഉയരത്തിലുള്ളൊരു കുന്നുണ്ടായിരുന്നു. കുന്നല്ല, ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. അപ്പം ഇയാൾ ഞങ്ങളെ പിടിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി. എന്നിട്ട് പറഞ്ഞു കയറിയിട്ട് നോക്കൂ അപ്പുറത്തേക്ക് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു കടൽ പോലെ ഈ അലൂമിനിയത്തിൻ്റെ തട്ടുള്ള റൂഫ് അലൂമിനിയമാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കുടിലുകളുടെ ഒരു കടലാണ് അപ്പുറത്ത്, കുറച്ച് ദൂരെയായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോയി കാണാം, അപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ശരി. അപ്പം ഇത് ഈ കുടിലുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഒരു 3 അടി വലുപ്പമുള്ള 3.5 അടി വീതിയുള്ള ചെറിയ വരാന്തകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ ആൾക്കാർ വരും പോവുകയും ചെയ്യുന്നുണ്ട് അവിടെ. നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇയാളുടെ കൂടെ നടന്നു. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പോകുമ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു നിങ്ങൾ പത്രക്കാരാന്ന് പറയരുത്, കാരണം നിങ്ങൾ തിരിച്ചു വരില്ല മിക്കവാറും, കാരണം ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ തഗ്സും ഗുണ്ടകളുമാണ്, എന്താ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളത് പറയരുത് പറഞ്ഞു. അപ്പോൾ ഞാൻ റെയ്മണ്ടോനോട് പറഞ്ഞു, ഇത് റെയ്മണ്ടോനത് അറിയില്ല, ഇവരുടെ ഹിന്ദിയിലാണ് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പറയുന്നത്? റെയ്മണ്ടോന് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, നമ്മളെ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അയച്ച ഡോക്ടർമാരാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു. അപ്പം റെയ്മണ്ടോ എന്ന് പറയുന്ന ആൾ ഒരു സായിപ്പാണ്. ഇദ്ദേഹം ഒരു 6 അടി വലുപ്പവും ഒരു 10-200 കിലോ ഘനമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്നെക്കാളും കുറച്ച് പ്രായം അധികമുണ്ട്. അപ്പം ഇയാൾ അവിടെ ചെന്ന് പിന്നീട് ഒരാൾ പറഞ്ഞാൽ മതി ഞാൻ WHO അയച്ച ഡോക്ടറാണ്, നീ ഇന്ത്യക്കാരനായിട്ടുള്ള എൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ശരി എന്നിട്ട് ഞങ്ങൾ ചെന്നു. അവിടെ പോയി ചെന്നു. ഈ സ്ഥലത്ത് പോയിട്ട് ഈ വരാന്തകളുണ്ടല്ലോ എൻ്റെ നടുവിലുള്ള 3-3.5 അടി വലുപ്പമുള്ളൂ വരാന്തകൾ. അതിങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു 100 കണക്കിന് ഈ കുടിലുകളുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ വലുപ്പം, ഓരോ കുടിലിൻ്റെയും വലുപ്പം ഒരു 5 അടി വീതിയും 7-8 അടി നീളം, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള വരാന്തയിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവാം. അപ്പോഴേക്കും ഒരു വൈകുന്നേരമായിട്ടുണ്ട്, വൈകുന്നേരമുള്ള സന്ധ്യയായിട്ടുണ്ട്. അപ്പം അവിടെ ഇലക്ട്രിക് ലൈറ്റൊന്നുമില്ല. ആകെയുള്ള വെളിച്ചം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ കുടിലുകളുടെയൊക്കെ വാതിലിൻ്റെ ഇടയിൽ കൂടെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്, അതാണ്. അപ്പം അവിടെ ചെന്നു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ മുഴുവൻ ഈ ചിരിയും, ഒരു ഭാഗത്ത് കൂടെ ചിരിയും മറ്റേ ഭാഗത്ത് കൂടെ ഉറക്കമുള്ള കരച്ചിലും കുട്ടികളുടെ. ഞങ്ങളിത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇങ്ങനെ മുന്നോട്ട്. പിന്നെ ഓരോ ഇതിൻ്റെയും ഓരോ വരാന്ത കൊണ്ടേയും മുട്ടുന്ന സ്ഥലത്ത് ഓരോ ജംഗ്ഷൻ പോലെയുണ്ട്. അവിടെയൊക്കെ ഈ നാടൻ ചാരായം ഇതൊക്കെ വിൽക്കാനുണ്ട്. വിൽക്കാനല്ല, വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ പോകുന്ന വഴിയൊക്കെ ഈ കഞ്ചാവിൻ്റെയും ബീഡീൻ്റെയും പുകയാണ്. ഇങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം റെയ്മണ്ടോനോട് പറഞ്ഞു മതി നമുക്ക് തിരിച്ചു പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ല വന്നില്ലേ, ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാറ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ ബംഗ്ലാദേശി പറഞ്ഞു ഇനി ആയിട്ടില്ല, നിങ്ങൾക്ക് 1-2 സ്ഥലം കൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. ഒരു 10-14 വയസ്സുണ്ടാവുള്ളൂ, സൽമ എന്ന പേരുള്ള. അപ്പോൾ ഞാൻ ചെയ്ത് ആരാ ചോദിച്ചു. പറഞ്ഞല്ല അത് ഇവിടെ ഉള്ള ഒരു കുട്ടിയാണ്, അവൾ തന്നെ പറഞ്ഞുതരും അവളുടെ ഇത്. അപ്പോൾ അവൾക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു, കാരണം നമുക്ക് ബംഗാളി അറിയില്ലല്ലോ. അപ്പം അവൾ ഹിന്ദിയിൽ എന്നോട് പറയാം ഇങ്ങനെ ഉണ്ടായത് ഞാനിവിടെയായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ളൊരു പെൺകുട്ടിക്ക് ഗർഭമായിരുന്നു. അവൾ മറ്റേ അവിടെ ഈ പരിപാടിയാണല്ലോ, അപ്പോൾ ഗർഭം ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ സമയത്ത് അവൾക്ക് ബ്ലീഡിംഗ് ഒക്കെ തുടങ്ങി, ആകെ പ്രശ്നമായി. അപ്പം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ ആദ്യം ഒരു തോണി കയറിയിട്ട് 2-3 കിലോമീറ്റർ മറ്റേ നടന്നതിന് ശേഷമാണ് തോണി കയറുക. തോണി കയറിയിട്ട് കുറേ അപ്പുറം പോയാൽ പിന്നെ ഒരു 1-2 കിലോമീറ്റർ കൂടെ പോയാലാണ് ഒരു ബസ് സ്റ്റാൻഡിലെത്തുക. അവിടുന്ന് ബസ് പിടിച്ച് പോകണം. അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഇവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ ബസ് ഉണ്ടായിരുന്നില്ല, ഒക്കെ പോയിരുന്നു, രാത്രിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലോറി ഉണ്ടായിരുന്നു, ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ലോറി. ഇവളെ പിടിച്ച് അതിൻ്റെ അകത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷേ മറ്റേ ലോറിയിലിട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ശ്വാസമൊക്കെ നിന്ന് മരിച്ചു.
എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. അങ്ങനെ ഇവർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ ബോഡി ഇവരൊക്കെ കൂടെ ബോഡി താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. മറ്റേ ഇവിടേക്ക് ഈ ദ്വീപിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വെച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ രാത്രിയായ സമയത്ത് ആരും കാണാതെ പറഞ്ഞാൽ അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഈ ഗുണ്ടകളായിരുന്നു. അപ്പോൾ അവർ കാണാതെ ഈ കുട്ടി എടുത്ത് കൊണ്ടുപോയിട്ട് അവർ മറവ് ചെയ്യാൻ വന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഈ പത്മ നദിയുടെ കുറേ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ തോണിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇട്ടു. എന്ന് വെച്ചാൽ പത്മയിലേക്ക് ഇട്ടു. അത് അവിടെ കിടന്നോളെന്ന് വെച്ചിട്ട് എന്നിട്ട് അത് തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ അവിടെ മീൻ വിൽക്കാൻ വരുമായിരുന്നു ഈ ആൾക്കാർ. മീൻപിടുത്തക്കാരല്ല, മീൻ വിൽക്കുന്ന ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പം ഈ സൽമാൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു, അവിടെ ചാറെന്ന് പറഞ്ഞാൽ അവിടെ തുരുത്തിലൊരു ബോഡി അടിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ആരോ ആണെന്ന് തോന്നുന്നു, ഒരു 10-13 വയസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് സൽമയും വേറൊരു കുട്ടിയും കൂടെ ഓടിപ്പോയി. എന്നിട്ട് ഈ ഒരു തുണി കയറി ആ ചാറിൽ പോയി, ആ തുരുത്തിൽ പോയി നോക്കുന്ന സമയത്ത് ഈ കുട്ടിയാണ് ഇവളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതോടുകൂടി ഇവളാകെ അപ്സെറ്റായിപ്പോയി. തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്നുള്ളത് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം ഇനി നിൽക്കാൻ വയ്യാന്നുള്ളത്. എന്നിട്ട് അവൾ രാത്രിയായ സമയത്ത് ആരും കാണാതെ, കാരണം ഈ ഗുണ്ടകൾ ഇവർ പുറത്തേക്ക് വന്നുകൊണ്ടാൽ ശരിയായി കളയവർ. അപ്പം ആരും കാണാതെ അവൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു തോണി പിടിച്ചിട്ട് അപ്പുറത്തൊക്കെ പോയി. അപ്പം കൂടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു ബംഗ്ലാദേശ്. അപ്പോൾ അയാളാണ് കൊണ്ടുപോയത്, ഹെൽപ്പ് ചെയ്തത്. അയാൾ പറഞ്ഞു, നീ ഒരു കാര്യം എൻ്റെ കൂടെ പോര്, ധാക്കയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാം. അങ്ങനെ ഇവർ പോയി. ധാക്കയിൽ അയാളുടെ കൂടെ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് കോർണറിൽ പോയിട്ട് അവിടെ പോയിച്ചു, നീ ഇവിടെ നിന്നോ, ഞാൻ പോകാൻ കൊണ്ട് അയാൾ പോയി. ഇപ്പോൾ ഇവളുടെ കയ്യിലാണെങ്കിൽ ഒരു കാശുമില്ല, ഒന്നുമില്ല, ആകെ നാശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ ബോട്ടിലേ വരാൻ പറ്റും. അവിടുന്ന് ബോട്ടിൽ വരണമെങ്കിൽ അതിന് പൈസ കൊടുക്കണ്ട, അതുമില്ല ഇവളുടെ കയ്യിൽ. ഇവിടെ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഉണ്ടല്ലോ, ബംഗ്ലാദേശ് ഉണ്ടാക്കിയ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയുടെ അപ്പുറത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു മുഴുവൻ മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, എപ്പോഴും ഇരുട്ട് മൂടി കൊണ്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ പോയിട്ട് അവിടെ ഈ മറ്റേ റിക്ഷക്കാരുണ്ടാവും. അവിടെ റിക്ഷക്കാർ പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷയാണ് അവിടെ, മറ്റേ സൈക്കിളല്ല, വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ. ഈ റിക്ഷക്കാരൻ്റെ കൂടെ പോയിട്ട് ഒരു 2-3 മണിക്കൂർ കിടന്നു. എന്നിട്ട് അയാൾ കൊടുത്ത കാശ് എടുത്തിട്ടാണ് ഒരു ബോട്ട് പിടിച്ചിട്ട് പിന്നെ തിരിച്ച് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവളുടെ കഥ പറയായിരുന്നു. ഇനിയിപ്പം അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇനി എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല, മരിക്കാൻ പേടിയാണ് എനിക്ക്, അതാണ് പ്രശ്നം എന്നൊക്കെ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇയാൾ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോയ ആൾ ബംഗ്ലാദേശിൽ പറഞ്ഞു, ഇതല്ല വേറെയുണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ. എന്താ പറഞ്ഞു, ഇവിടെ ഒരു നിയമമുണ്ട്, മറ്റേ അവിടെ ഒരു ബാംബൂ ബ്രിഡ്ജ് ഉണ്ട്, ഒരു മുള കൊണ്ടുണ്ടാക്കിയുള്ളൊരു പാലം. അതായത് ഒരറ്റം ഈ ഐലൻഡിലും ഒരറ്റം പുറത്തേക്ക് വേണം. അതിലൂടെ കയറിയാലേ പുറം ലോകമായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അതും ഇതേപോലെ ഒരു 2-3 അടി വലുപ്പമുള്ളൂ, വീതിയേ ഉള്ളൂ. അപ്പം അതിൻ്റെ അപ്പുറത്തും പോലീസുകാർ കാവലൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസുകാർ ഒരു കാവലുണ്ട്. അപ്പം ഇത് ക്രോസ് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോലീസുകാർക്ക് പൈസ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം അവിടെ വേറൊരു നിയമം കൂടി ഉണ്ടായിരുന്നു. ഇവർ ഈ കുട്ടികൾ അവിടെയുള്ള ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ മറ്റേ ചെരുപ്പിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് പോലീസുകാരുണ്ടാക്കിയ നിയമമാണ്. അപ്പം ഒരു ദിവസം ഒരു കുട്ടി ഒരു 10-12 വയസ്സുള്ളൂ, ഇവള് ആരോ കൊണ്ടെടുത്തൊരു ചെരുപ്പ് ഇട്ടിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഓടി. ഇത് കണ്ടൊരു പോലീസുകാരൻ പിടിച്ചു ഇവളെ പാലത്തിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വന്നിട്ട് ലാത്തി കൊണ്ട് അടിച്ചിട്ട് ഇവളുടെ കൈ ഒടിഞ്ഞു പോയി. ചെറിയ കുട്ടിയാണ്, കൈ അങ്ങനെ ഒടിഞ്ഞു പോയി ഈ ലാത്തി കൊണ്ട് അടി കിട്ടിയിട്ട്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തിരിച്ചോടിപ്പോയി. അവിടെ പിന്നെ അത് കുറേ അഡൽട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർ വളർന്നു വന്നിട്ട് അഡൽട്ടായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അവർക്കുള്ള ഡിമാൻഡ് ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ വരാറ്. ആ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ പോകുന്നത് ഇതിനായിട്ട്. പിഡോഫൈൽസ്, അതായത് എന്താ പറയുക, ബാല്യ സംഭോഗം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കുറേയാണ് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. കുറച്ച് പാകിസ്ഥാനീസ്, പിന്നെ വല്ലപ്പോഴൊക്കെ വരുന്ന വെള്ളക്കാരും, ഇതൊക്കെയാണ് അവിടുത്തെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഏതായാലും ഇവർ തിരിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് അഡൽട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി, എൻ്റെ കൈ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരാകെ ദേഷ്യം പിടിച്ചു.
ഇവർ കുറേ ആൾക്കാരൊരു സംഘമായിട്ട് അവിടെ ചെന്ന് പോലീസുകാരുടെ അടുത്ത് പോയി. അപ്പോൾ പോലീസുകാർക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എല്ലാ ആഴ്ചയും ഓരോ പ്രോസ്റ്റിറ്റ്യൂട്ടുകാർക്ക് 50 ടാക്ക, ടാക്ക എന്ന് പറഞ്ഞ അവിടുത്തെ കറൻസിയാണ്, 50 ടാക്ക കൊടുക്കണം എന്നാ ഓരോരുത്തരും. അപ്പം ഇവരവിടെ ചെന്നിട്ട് പറഞ്ഞു ഇനി മെയിലിൽ അങ്ങോട്ട് വന്നവരുത്, ഒരു പൈസ നിങ്ങൾക്ക് തരില്ല. അപ്പോൾ ഇത് അവർക്ക് ആകെ ഭയങ്കര ദേഷ്യമായി. അവർ ഒന്നും മിണ്ടിയില്ല. ഇവർ തിരിച്ചു വന്ന സമയത്ത് ഇവർ വൈകുന്നേരമായ സമയത്ത്, വൈകുന്നേരത്തിൽ സന്ധ്യ ഉണ്ടാവും, ഇവർ കുറേ തോക്കൊക്കെ ആയിട്ടുള്ള പോലീസുകാർ വന്നു. അവിടെ വന്നിട്ട് ഇവരുടെ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, ചെന്ന് തോക്കെടുത്തിട്ട് വെടിവെച്ചു. അതിൽ 3 പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ തന്നെ മരിച്ചു. വേറെ കുറേ ആൾക്കാരുടെ അവിടെ ഇവിടെയൊക്കെ മറ്റേ ബുള്ളറ്റ് തുളഞ്ഞു പോയി. അപ്പം ഇത് ആരും ചോദിക്കാനൊന്നുമില്ല അവിടെ. അപ്പം ഇയാൾ പറഞ്ഞു അതിൽ ഇത് വെടികൊണ്ട ഒരു സ്ത്രീ അവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്തുള്ളൊരു കുടിലിൽ, വേണമെങ്കിൽ കാണിച്ചു തരാറുണ്ട്. ഞാൻ പോയി കണ്ടു. അപ്പം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ബുള്ളറ്റ് ഇതിലേ പോയിക്കുന്നവർ. പക്ഷെ അത് മുഴുവൻ ഈ പഴുത്ത് അത് ഇത് നടന്നിട്ടൊരു 3 ആഴ്ചയുടെ ഞാനവിടെ ചെല്ലണം. ഞാനവിടെ ഉണ്ടായിരുന്നൊരു പോലീസ് മേലധികാരിയുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ DYSPയുടെ ഒക്കെ റാങ്കുള്ള ഒരാളത് തോന്നുന്നു. അയാളോടെ ഉണ്ടായിരുന്നു. ഞാൻ അയാളോട് പോയി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? കാരണം ചെരുപ്പ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടിയെ നിങ്ങളിങ്ങനെ അടിച്ച് കൈയൊക്കെ ഓടിക്കുക എന്ന് പറയുന്നത്, നിങ്ങളതിനെന്തെങ്കിലും നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരുടെ കാര്യങ്ങൾ? അയാൾ പറഞ്ഞു ഇത് ഞങ്ങളവിടെ ഉള്ളൊരു നിയമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഇതിൽ ഇവർ മാത്രമല്ല, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമല്ല, വളരെ മര്യാദക്കാരായിട്ടുള്ള ഫാമിലികളുണ്ട് അപ്പുറത്ത് കുറച്ച്. അപ്പോൾ ഈ ഇത് പോകുന്നത് എങ്ങനത്തെ കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമുള്ളൂ. അതായത് ബാക്കിയുള്ളവർക്ക് ഇടാം, പക്ഷെ ഇവരുടെ അല്ല ആരും ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ നിയമം ഉണ്ടാക്കിയിരുന്നു. എന്ത് പേരോട് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഇതിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണമല്ലോ, ഇങ്ങനെ ശരിയാവില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞു ചെയ്യാം, പക്ഷെ ഇവിടെ ആരോടും ചോദിക്കണ്ട, ഇത് വലിയ പ്രോബ്ലം ഉണ്ടാവും. കാരണം ഇതിന് മുമ്പ് അപ്പോൾ അവിടെ തന്നെ വേറൊരു താമസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വെനറൽ ഡിസീസസ് ഉണ്ടല്ലോ, നമ്മുടെ ഗുഹ്യരോഗങ്ങൾ, അതും TB ഒക്കെ വളരെ റാമ്പൻ്റ് ആയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു കർമാജിബി സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു വോളണ്ടറി ഓർഗനൈസേഷൻ അവിടെ തന്നെയുള്ളൊരു ഡാക്കയിലുള്ളൊരു ഇതാണ്, ഒരു സന്നദ്ധ സംഘടനയാണ്. അവർ ഈ സംസ്ഥ വല്ലപ്പോഴൊക്കെ പോയിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തും, ഇവർ ട്രീറ്റ് ചെയ്യും, അങ്ങനെ പോരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ WHO വിചാരിച്ചു ഇതിപ്പം ഗുഹ്യരോഗങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് HIV ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അങ്ങനെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമല്ലേ. അപ്പം ഇവർ ഈ ഗുണ്ടകൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല, പക്ഷേ ആ HIV ഉണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ആരാണോ അവരെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്. അങ്ങനെ അവർ തിരിച്ചുപോയി. കാരണം അവർ ചെയ്യുകയും ചെയ്യും, കാരണം ആരും ചോദിക്കാനും ഇല്ല അവിടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചത് ആരോടെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഷെയ്ഖ് ഹസീന ഉണ്ട്, അവർ ബംഗ്ലാദേശിലെ മുമ്പ് പ്രധാനമന്ത്രി ആയിരുന്നു അവർ. അപ്പം അവരവിടെ ധാക്കയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ധാക്കയിൽ പോയിട്ട് ഞാൻ ഇവരെ പോയി കണ്ടു, ഇവരുടെ വീട്ടിൽ. ഞാൻ അവരോട് പറഞ്ഞത് എന്താ ഇത്, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. ഇവരന്ന് പ്രതിപക്ഷത്താണ് ആ സമയത്ത്. അപ്പം അവർ പറഞ്ഞു നിങ്ങൾക്കറിയാം എങ്ങനെയാണ് തുടങ്ങിയതെന്ന്. ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു 1920-കളിൽ അതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്തായിട്ട് ഒരു വലിയൊരു റെയിൽവേ ജംഗ്ഷൻ ഉണ്ടാക്കണമായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്നുണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വന്ന് അവിടെ താമസാക്കി. അതൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികളെ മാത്രമല്ല ഉപയോഗിച്ചത്, ഇവരുടെ കാമാസക്തിക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഉപയോഗിച്ചു. പിന്നെ അതിനായിട്ട് കുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഈ ഐലൻഡ് ഉണ്ടായത്, ഈ വില്ലേജ് ഉണ്ടായത്. പിന്നെ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് അങ്ങനെ തന്നെ തുടർന്നു എന്നുള്ളതാണ് തോന്നുന്നത്. നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൾച്ചറൽ പ്രാക്ടീസായി മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു രാത്രി കൊണ്ട് തടയാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ശരിയാണ്. അങ്ങനെ അവിടുന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്തൊരു ഇത് പേപ്പറിലൊക്കെ വന്ന് ഞാനതൊരു സാധനം എഴുതിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അപ്പോൾ ഒരു കാനഡയിലുള്ള ഒരു ടെലിവിഷൻ കമ്പനി അവരിത് വായിച്ചിരുന്നു. അവർ വായിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് ആരും അയച്ചു കൊടുത്താണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പോയി. അവിടെ ധാക്കയിലെത്തി. എന്നിട്ട് ആരെയൊക്കെയോ വിളിച്ച് ശരിയാക്കിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ആ വില്ലേജിൻ്റെ അടുത്ത് വരെ എത്തിയത് ബോട്ടിൽ. അവിടെ എത്തി അവർ പറഞ്ഞു നിങ്ങളുടെ ഈ ടെലിവിഷൻ ക്യാമറയൊക്കെ കണ്ടാൽ തന്നെ അത് മതി, പിന്നെ നിങ്ങൾ തിരിച്ചു പോയില്ല, ഇവിടുന്ന് നിങ്ങൾ ശവ കൊണ്ടുകൊണ്ടിരുന്നു.
പക്ഷെ അവർ പറഞ്ഞല്ല, ഞങ്ങൾ വന്ന് ഇത്രയും ദൂരം വന്നതല്ലേ, കാനഡയിൽ നിന്ന് വന്നാണ് അവർ, ഞങ്ങളിത് എന്തെങ്കിലും ചെയ്തിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞിട്ട്. അവസാനം അവർ കുറേയൊക്കെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ഈ വില്ലേജിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കുറേ സീൻസൊക്കെ എടുത്തു. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ആർട്ടിക്കിളിൽ നിന്നുള്ള കുറേ ഭാഗങ്ങൾ എടുത്തിട്ട് അതായി വോയിസ് ഓവർ, എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ട് അവർ പോയി. അപ്പം പിന്നീട് ഈ കനേഡിയൻ ഡോക്യുമെൻ്ററി വന്നതിന് ശേഷം BBC-കാർക്ക് താല്പര്യം വന്നു. അവരിതുപോലെ തന്നെ വന്നു. പക്ഷെ അവരുടെ എംബസി അവിടെ നിന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങളവിടെ പോരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരവാദിയാവാൻ പറ്റില്ല, അതുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. എഴുതി കൊടുക്കുകയും ചെയ്തു, ഇത് ഡേഞ്ചറസ് ആണ്, എന്നിട്ട് നിങ്ങൾ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തിരിച്ചുപോയി. പക്ഷെ ഇത് പിന്നീട് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന് ശേഷം ഞാനവിടെ തിരിച്ച് ഈ കോൺഫറൻസ് വെന്യൂവിൽ ചെന്ന സമയത്ത് ഈ 3 ദിവസത്തെ കോൺഫറൻസ് എനിക്ക് മിസ്സായി, കാരണം ഇതിൻ്റെ പുറകെ നടക്കായിരുന്നു. ചെന്നപ്പം ഒരു PG അവിടെ ഉണ്ടായിരുന്നു. PG-നോട് വെച്ച് നീ എവിടെ പോയത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോയിരുന്നു. നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഈ പ്രായത്തിൽ പറ്റിയൊരു സ്ഥലമല്ല അത്, അതുകൊണ്ടാണ് വിളിക്കാൻ ഞാൻ വന്നു. അപ്പം പക്ഷേ ഒരു കാര്യം ചെയ്യും, നിൻ്റെ എഴുതിയ സാധനം വന്നോ പേപ്പറിൽ? ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്കറിയില്ല, അവിടെ കിട്ടില്ലല്ലോ എൻ്റെ എക്സ്പ്രസ് ഒന്നും, നമ്മുടെ നാട്ടിലുണ്ടാവും തോന്നുന്നു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു കോപ്പി ഒന്നുകിൽ നിങ്ങൾക്ക് എടുത്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുക എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇങ്ങോട്ട്. ഇവിടെ വന്നു ഞാൻ ഇവിടെ ഡൽഹിയിൽ ബംഗ്ലാദേശ് എംബസിയിലേക്ക് ഫോൺ ചെയ്തു, പറഞ്ഞു ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവുമെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അവിടെ, നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ല, പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, അല്ല ഞങ്ങൾ ഇവിടെ നിന്നിട്ടല്ല തീരുമാനിക്കുക.